നമ്മുടെ തീരുമാനിക്കപ്പെട്ട 40 ദിവസ പ്രയറുകൾ നടക്കുന്ന ദിവസങ്ങളാണ്. ഇതിൻ്റെ 5-ാമത്തെ പകലാണ്. തുടർമാനം അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാരൊക്കെ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. നമുക്കതിനായി ധാരാളം സാമ്പത്തിക ചെലവുകളുണ്ട്. നമ്മൾ പിരിവൊന്നും എഴുതിയിട്ടില്ല. പ്രിസലോട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. തുടർമാനം എല്ലാ ദിവസങ്ങളും ഇവിടെ മീറ്റിംഗ് ഉണ്ട്. എല്ലാ ആരാധനകളിലും ഞാൻ കൃത്യമായിട്ടും കാണും. പ്രൈസലോട് ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റ് നിങ്ങളുടെ പരിസരത്തിൽ രോഗികളായി കിടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാം. പൈശാചിക ബന്ധനത്താൽ കിടക്കുന്നവർ, ഹല്ലേലൂയ, വൈദ്യന്മാരാൽ സൗഖ്യമില്ല, ഡോക്ടർമാരാൽ സൗഖ്യമില്ല, മാന്ത്രികങ്ങളാൽ സൗഖ്യമില്ലാത്ത പല വ്യക്തികളെയും നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ പ്രാർത്ഥിക്കുന്ന അനേക വിഷയം. ആലയത്തിൻ്റെ കെട്ടുപണിക്ക് നമുക്ക് വൻ സാമ്പത്തിക ചെലവുകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ടീം പ്രവർത്തനത്തിന് വേണ്ടി മനോഹരമായി വാഹനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ധാരാളം കടബാധ്യതകളുണ്ട്. ആലയത്തിൻ്റെ ഈ അതിര് പണി ചെയ്ത ബാധ്യതകളൊക്കെ ഉണ്ട്. ധാരാളമായിട്ട് അത് തീർക്കണം. പ്രൈസ്തലോട് ഇങ്ങനെ ധാരാളം ചെലവ് നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. അതേപോലെ നമുക്ക് കൺവെൻഷൻ നടത്തുവാൻ, പരസ്യവും നടത്തുവാൻ, ഹല്ലേലൂയ, പഞ്ചായത്ത് തോറും 3 ദിവസം കൺവെൻഷൻ നമ്മൾ നടത്തുന്ന പരിപാടിയുണ്ട്. അത് തുടർന്ന് നടത്തുവാനൊക്കെ സാമ്പത്തികം നമുക്ക് ആവശ്യമുണ്ട്. നടക്കുന്ന യോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ആരാധനകളും അനുഗ്രഹമായി തീരുവാനും, ആലയത്തെ മനോഹരമാക്കി തീർക്കുവാനും, മറ്റ് ആരാധനാലയങ്ങൾ കൃത്യമായി ആരാധനകൾ നടക്കപ്പെടുവാനും ദൈവം തന്നിരിക്കുന്ന ആരാധനാലയങ്ങളെല്ലാം കൃത്യമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ആരാധനകളിൽ ധാരാളം അവസരങ്ങൾ സ്നാനപ്പെടുവാൻ ആഗ്രഹമുള്ളവർക്ക് ഉണ്ട്. ദൈവകൃപയിൽ നിറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവസരമുണ്ട്. ഇങ്ങനെ ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസലോട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധേയപൂർവ്വം കേട്ടു. ഇന്ന് പോൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇതിനകത്ത് കടന്നു വരുന്ന ഒരു വ്യക്തി പോലും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. എത്രയോ പൈശാചിക ബന്ധനം പിടിച്ചവർ, 50, 30, 40 പിശാചിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ കടന്നു വന്ന് മണിക്കൂറിനുള്ളിൽ അവർ വിടുവിക്കപ്പെട്ടു പോകുന്നതാണ് ഇവിടുത്തെ ആരാധന എന്ന് പറയുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയായതുകൊണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിർണയപ്രകാരം ദൈവം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ സകലതും ദൈവം നന്മയ്ക്കായി കൂടി ചെയ്യുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സംഭവമില്ല, യേശുക്രിസ്തുവില്ല, ബെന്തക്കോസ്തിൽ ആരാധനയില്ല എന്ന് പറഞ്ഞു നടന്ന നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവം ഉണ്ടെന്ന് പറയാനാണെങ്കിൽ ഇന്ന് പൽക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെ നാവിൽ നിന്ന് യേശു ജീവിക്കുന്നെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം കേട്ടോ. അവരേത് പള്ളിയിൽ പോകുന്നു, അവരെവിടെ പോകുന്നു എന്നുള്ളതല്ല നിന്റെ ജോലി. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട്, വിത്ത് വിതറുക എന്നുള്ളത്. ആ വിത്ത് വിതറിക്കൊണ്ടിരിക്കണം. അങ്ങനെ സമ്മതമുള്ള ദൈവമക്കൾ കരങ്ങളെ തട്ടി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്. ചില പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് പോൽക്കാല സഭയിൽ ചിലരുടെ ശരീരങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. പൈശാചിക ബന്ധനങ്ങൾ. ഹല്ലേലൂയ. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഞാനിവിടെ യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ ചില പൈശാചിക ബന്ധനങ്ങൾ പുറത്തു പോകുന്നു. ചില പൈശാചിക സ്പിരിറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു മാറുന്നു. ഹല്ലേലൂയ. ചില രോഗത്തിന്റെ കെട്ടുകൾ പുറത്തു മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ കത്തി തൊടാതെ സൗഖ്യമായ വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഒന്നല്ല, രണ്ടല്ല, അനേക വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. നിന്റെ അകത്ത് വെളിപ്പെട്ട സ്കാൻ ചെയ്തപ്പോൾ നീ കണ്ട മുഴ, നീ കണ്ട മാരക രോഗം, ഹല്ലേലൂയ, കത്തി തൊടാതെ വണ്ണം, മെഡിസിൻ കഴിക്കാതെ വണ്ണം സൗഖ്യമാക്കിയ പലരും ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ചില രോഗങ്ങൾ ഇതിനകത്ത് എത്രയോ പേര് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. എന്താ കാരണമെന്നറിയാമോ? ദൈവം വിളിക്കപ്പെട്ടത് കൊണ്ട് അത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ വിളി കിടക്കുന്നത് കൊണ്ട് നിന്ദിക്കപ്പെടാൻ, പരിഹസിക്കപ്പെടാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ജാതികളുടെ ഇടയിൽ ചെന്ന് നീയും ആശുപത്രിയിൽ കീപിടിച്ചു തള്ളുവാൻ, ആശുപത്രി രോഗികളോട് ചേർന്ന് നിൽക്കുവാൻ, ആശുപത്രിയിൽ നിന്റെ ധനം ചെലവഴിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന, അത് പാപിക്ക്, രോഗിക്ക് സൗഖ്യം. ഇന്ന് പോൽക്കാല ചില സൗഖ്യം ആഗ്രഹിക്കുന്ന ഇതിനകത്ത് ചിലർ ഇരിപ്പുണ്ടെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന ചില സഹോദരന്മാര്, ചില സഹോദരിമാര് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് ദുർമരണങ്ങളെ കടത്തിവിടാൻ, ആത്മഹത്യയുടെ പ്രവണതകളെ സൃഷ്ടിക്കാൻ വെല്ലുവിളിക്കുന്ന ചില മന്ത്രവാദ ബന്ധനങ്ങൾ, ആചാരത്തിന്റെ കെട്ടുകൾ, ദുരാത്മാവിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു മാറാൻ കൽപ്പിക്കുന്നു.
പറയുന്നു, അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനെ റെസൈൻ ചെയ്യുന്നു, അതിനെ അഴിച്ചു മാറ്റുന്നു. കുടുംബങ്ങൾക്കകത്ത് സമാധാനത്തിന്റെ പ്രഭു കടന്നു വരട്ടെ. കുടുംബങ്ങൾക്കകത്ത് സമാധാനത്തിന്റെ പ്രഭു കടക്കട്ടെ. കുടുംബത്തിനകത്ത് രക്ഷകനായ ദൈവം കടക്കട്ടെ. ദൈവാത്മാവിനോട് ഞാൻ പറയുന്നു, വളരെ ആഴമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന കവചം ധരിച്ച് ഇതിലൂടെ ഇരിക്കുന്ന ഒരു സഹോദരൻ സഹോദരി, അവരെ കുടുംബം ഇതിനകത്തിരുമുണ്ട്. അവരെ ഭവനത്തിൽ ഒരു പ്രയർ വയ്ക്കുവാൻ എന്നെ വിളിച്ചപ്പോൾ അവരെ ഭവനത്തിൽ വെച്ച് ദൈവാത്മാവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിനകത്ത് ദുർമരണം നടക്കും. ആ മകന്റെ അമ്മ ഇരിപ്പുണ്ട്, അമ്മച്ചി ഇരിപ്പുണ്ട്, പിതാവ് ഇരിപ്പുണ്ട്. മറ്റ് ചില പള്ളികൾ പോലെ നമ്മൾ കള്ളം പറയാറില്ല കേട്ടോ. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഒരു കള്ളം പറഞ്ഞ 100 പിന്നെ കള്ളം പറഞ്ഞാലും അതിനെ തിരുത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് നേരെ വരണം, വൻപേ ട്രാഫിക് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പതരയിട്ട് നെല്ലുമണി കിട്ടാറില്ല. അതുകൊണ്ട് നെല്ല് തന്നെ വിതറിയാലേ നല്ലത് വിതയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആമേൻ ആമേൻ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അവർ വളരെ ദുഃഖത്തിലായിരിക്കുകയാണ്. അവർ ആരാധനയ്ക്ക് സംബന്ധിക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അവർ മറ്റ് പ്രാർത്ഥനകൾക്ക് സംബന്ധിക്കുന്നു എന്നവർ പറയാനിടയായി. ഇന്ന് പൽക്കാലം അവർ ആലയത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ മകൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ബലഹീനതയിലായിരുന്നു. ആ പിതാവ് ഹല്ലേലൂയ രാത്രിയിലാണ് കടന്നു വന്നത്. രാത്രിയിൽ കടന്നു വന്ന് ഞാൻ 10 മണിക്ക് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ നന്ദി നിങ്ങൾക്കുണ്ടായാൽ ഇനിയും ദൈവമക്കൾ കാണും. പ്രൈസ് ദി ലോർഡ്. 10 മണിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവദാസൻ എവിടെ? നിങ്ങൾ പോയ സഭാ ശുശ്രൂഷകൻ എവിടെ? ഓ, നിന്നെ വിട്ടുമാറിപ്പോയി. അവന്റെ ഫോൺ അന്ന് സ്വിച്ച് ഓഫ് ആകും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഞാൻ മയങ്ങാത്തവന്റെ ഉറങ്ങാത്തവന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ കുടുംബമായി വിളിച്ചത് കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് കേട്ടോ. ഓ, നീ നിന്റെ കാണിക്ക ഇച്ഛിച്ചിട്ടല്ല, ഓ നിന്റെ മറ്റ് പ്രതിഫലങ്ങളൊന്നും ഇച്ഛിച്ചിട്ടല്ല. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാര്യം എനിക്കറിയാം, ഒരാത്മാവിന്റെ വില ഈ ഭൂലോകത്തെക്കാൾ അരുളി ചെയ്ത ആ യേശുവിന്റെ വചനം ചുമക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നിയോടെ ദൈവത്തിന് മഹത്വം. ഇപ്പോൾ കാലം നമുക്ക് വളരെ ആഴമായിട്ട് അടുത്തൊരു വാക്യത്തിലേക്ക് കടന്നു വരാം. ഇതുപോലെ കാലം നമ്മൾ ആഴമേറിയ തിരുവെഴുത്തുകൾ കർത്താവിന്റെ ദാസി പ്രസംഗിച്ച് നമ്മൾ കേൾക്കുവാനിടയായി. ഇയ്യോബിനെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് കേട്ടു. ഹല്ലേലൂയ. നമുക്കൊരു വേദവാസ്തയിലേക്ക് വരാം. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഹല്ലേലൂയ. മകനിജനെ ഹല്ലേലൂയ കൊയർ ആരംഭിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിച്ചു. അതിൽ 1-2 വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഭർഷിച്ചിരിക്കുകയാണ്. കാന്തം ഇരുമ്പിനെ ആകർഷിച്ച് പിടിച്ചതുപോലെ ഹല്ലേലൂയ എന്നെ ആകർഷിച്ച് പിടിച്ചിരിക്കുന്ന അതിൽ 1-2 കണ്ണികകളുണ്ട്. ആമേൻ. അത് 13-ാമത്തെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ച് ഹല്ലേലൂയ ഞാൻ അല്പസമയം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവേ, നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? നിന്റെ മുഖം എത്രത്തോളം എന്നെ കാണാതെ മറയ്ക്കും? ദൈവത്തിന്റെ മുഖം കാണാതെ വണ്ണം എത്രത്തോളം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ട വരും. ഇന്ന് പെട്ടെന്നൊരു പ്രാർത്ഥനയ്ക്ക് പോയാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥന കൊണ്ട് മൊത്തം പരിഹരിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന് എന്ത് വേണം? ഹല്ലേലൂയ. ദുഃഖം വരാൻ പാടില്ല, ബലഹീനത വരാൻ പാടില്ല, ബാധ്യതകൾ വരാൻ പാടില്ല. എനിക്കൊരു ഭയങ്കര ബാധ്യതയുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് തീരണം. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞാൻ പാരമ്പര്യ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഹിന്ദുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് ഹിന്ദു വിശ്വാസിയിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ പുറത്തു വന്ന ഒരാളാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന പലരെയും ഞാൻ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നിങ്ങൾ ഒരിക്കലും എൻ്റെ ദൈവത്തെ താഴ്ത്തി കാണരുത്. അങ്ങനെ ഒരു വാക്കെൻ്റെ കാതിൽ കേൾക്കുമാർ പറയരുത്. നിങ്ങൾ ഏതിൽ വിശ്വസിക്കുന്ന ആളായാലും ഏത് മതക്കാരായാലും നിങ്ങൾ ഏത് ഹല്ലേലൂയ വ്യക്തി ആയിക്കോട്ടെ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾ യേശുവിൻ്റെ ഹല്ലേലൂയ വിരോധമായ ഒരു വാക്ക് എന്നോട് പറയരുത്. ആ പദം മാത്രം എൻ്റെ ചെവിയിൽ കേൾക്കരുത്. കാരണം എന്തെന്നറിയാമോ? ഇതിനകത്ത് മരണകരമായ രോഗികൾ സൗഖ്യമായി പൊക്കോണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണിത്. ഹല്ലേലൂയ. ഇത് ആരാധനാലയമാണ്, ഇത് ദൈവപ്രവൃത്തിയുള്ള സ്ഥലമാണ്. ഇതിനകത്ത് നടക്കുവാൻ കഴിയാത്തത് ഭ്രാന്തന്മാർ ഹല്ലേലൂയ ചാമേ ഹല്ലേലൂയ 10-20 വർഷം ഭ്രാന്താശുപത്രിയിൽ കിടന്നവർ ഇതിനകത്ത് വന്ന് സൗഖ്യം പ്രാപിച്ച് പോകുമ്പോൾ അന്ന് ഞാൻ ചുമന്ന ദൈവത്തെയും ഇന്ന് എന്നെ ചുമക്കുന്ന ദൈവത്തെയും ഞാൻ തമ്മിൽ താരണ്യപ്പെടുത്തുമ്പോൾ ഈ ദൈവത്തിന്റെ വാക്കൊന്ന് പറഞ്ഞാൽ മതി. നിന്റെ പാരമ്പര്യത്തിന്റെ ബന്ധനം വഴിയോ നിന്റെ പാരമ്പര്യത്തിന്റെ കെട്ടുപോട്ട് അതുകൊണ്ട് അല്പവാദ്യത വന്നോട്ടെ, അല്പം പ്രശ്നം വന്നോട്ടെ, മണ്ണിൽ നിന്നെടുത്ത ശരീരത്തിൽ പ്രകൃതിയാൽ ചില ബലഹീനത വന്നോട്ടെ, എപ്പോഴും നീ പറയണം നേരത്തെ കേൾക്കപ്പെട്ടതുപോലെ പുറത്താണ് വിടണമെങ്കിൽ അകത്ത് പ്രത്യാശ ധരിക്കപ്പെടാൻ. പുറത്താണ് ജനിക്കമെങ്കിൽ
വിശ്വാസി ഇതിനകത്തുണ്ട്. അവര് കരങ്ങളെ അടിച്ചുകൊണ്ട് അന്യ ഭാഷകളിൽ ആത്മാവിൽ ആരാധിച്ചു. പോരാ പോരാ പോരാ. ശക്തിയോടെ കൊടുങ്കാറ്റ് പോലെ ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. കൊടുങ്കാറ്റ് പോലെ ഇതിനകത്തൊരു ആത്മാവിന്റെ മാരി വെളിപ്പെട്ട് വരട്ടുക. എല്ലാവരും ആരാധിച്ചോട്ടെ. ചില നിമിഷങ്ങൾ കരം അടിച്ചു ശക്തിയോടെ. പോരാ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ആമേൻ. എല്ലാവരും ആരാധിച്ചു തുടങ്ങിക്കോ. സഹോദരിമാര്, കുഞ്ഞുമക്കൾ എല്ലാവരും ആരാധിച്ചോട്ടെ. ആരും ഇതിനകത്ത് ബലഹീനരില്ല. ബലം പകരുന്ന കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ പറയുന്നു, നിങ്ങളുടെ ബലഹീനതയിൽ എന്റെ ബലം നിങ്ങളിൽ തികഞ്ഞു വരുമെന്ന്. അങ്ങനെ ബലം തരാമെന്ന് പറഞ്ഞ ഒരേ ഒരു ഹല്ലേലൂയ വ്യക്തിയേ ഉള്ളൂ. അത് സാക്ഷാൽ യഹോവയാകുന്ന ദൈവം. ആ ദൈവത്തിന്റെ ബലം എന്റെയും നിങ്ങളുടെയും ബലഹീനതയിൽ തികഞ്ഞു വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ചിലരൊക്കെ ആരാധിച്ചു തുടങ്ങിയാട്ട് ആത്മാവ് വ്യക്തികളോട് പ്രവചന ആത്മാവിൽ ഇടപെടുകയാണ്. ഉടമന ഘടകമന ഘടകസി വൈഡമാന ഘടകൽ പ്രവിടി. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് നീ പറഞ്ഞ, ദൈവ വേലയ്ക്ക് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞ, ഹല്ലേലൂയ, നീ തീരുമാനമെടുത്തോട്. ഇവിടെ ഇരുന്ന് പോയ സഹോദരൻ പലപ്പോഴും പറയും, ഹല്ലേലൂയ, ഞാനങ്ങ് ചേട്ടനെ പോലെ പ്രസംഗിക്ക്, ഞാനങ്ങ് ചേട്ടനെ പോലെ നടക്ക്. ഹല്ലേലൂയ, എന്നാത്തിനാ ഈ പറ്റിപ്പ് വേലയും കൊണ്ട് നടക്കണേ? ഹല്ലേലൂയ, എന്റെ ചെവി കേക്ക്. ഒരു വാക്ക് പറയുന്നതിന് ആലപിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാ. യേശു എന്നെ മേൽ, എന്റെ കിടക്കമേൽ ഇറങ്ങി വന്നിട്ട് എന്നെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന് ഹല്ലേലൂയ പുറത്താക്കി. എന്റെ ദൈവമുണ്ടല്ലോ, എന്റെ പിതാവിന്റെ പെർമിഷൻ ചോദിച്ചില്ല, എന്റെ മാതാവിന്റെ പെർമിഷൻ ചോദിച്ചില്ല, എന്റെ കുടുംബക്കാരുടെ പെർമിഷൻ ചോദിച്ചില്ല. ദൈവത്തിന് നിന്നെ വേണമെന്ന് കണ്ടപ്പോ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ദൈവത്തിന് വേണ്ടി നിൽക്കാനാണെങ്കിൽ അതിന് വിരോധമായിട്ടൊരു വാക്ക് നീ ഏറ്റെടുക്കാൻ തയ്യാറാകരുത്. ഈ ലോകത്തിൽ ഒരുപാട് വാക്കുകൾ നിനക്ക് കേൾക്കേണ്ടി വരും, ഒരുപാട് നിന്ദകൾ നിനക്ക് അനുഭവിക്കേണ്ടി വരും, ഒരുപാട് പരിഹാസങ്ങൾ നിനക്ക് കേൾക്കേണ്ടി വരും. അവിടെ എല്ലാം നിന്റെ മനസ്സും നിന്റെ കാതും പോവരുത്. ഇത് കേട്ടില്ല എന്ന് പറയണം. തിരുവെഴുത്തിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞുകൊള്ളി. പ്രതികാരം ഞാൻ ചെയ്യാ. യഹോവയ്ക്കുള്ള പ്രതികാരത്തെ നീ ചെയ്യാൻ പോകണ്ട. നീ പ്രശ്നങ്ങൾ നേരിടുമ്പോ, ശോധനകൾ കടന്നു വരുമ്പോ, നിന്ദകൾ കടന്നു വരുമ്പോ, നിനക്കെതിരെ അസഭ്യം പറയുമ്പോ നീ വിചാരിക്കണം, ഹല്ലേലൂയ, ഇതെല്ലാം ഞാൻ അനുഭവിച്ച പുറത്തു വന്നാൽ മാത്രമേ ഞാനൊരു നല്ല മനുഷ്യനാകത്തുള്ളൂ. തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പെടുത്ത് ദീർഘകാലങ്ങളായി നമ്മൾ ബേസിൽ കളഞ്ഞിരിക്കുക. ദീർഘകാലങ്ങളായി കളഞ്ഞിരിക്കുന്ന ഒരു ഇരുമ്പിനെ തുരുമ്പ് കയറി. ആ തുരുമ്പ് കയറിയ ഇരുമ്പെടുത്ത് കൊല്ലന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ, നല്ല പണിക്കാരന്റെ കരത്തിലോട്ടൊന്ന് കൊടുത്തേ. അവൻ ഇതിനെ തീയിലോട്ട് വച്ചിട്ട് അവൻ പഴുപ്പിച്ചെടുത്തിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന ചിറ്റിക കൊണ്ട് ഇതിനെ ഇങ്ങനെ കൊരുട് കൊണ്ട് പിടിച്ച് അവൻ അടിക്കാൻ തുടങ്ങും. ഈ തുരുമ്പുകളെല്ലാം ആമേൻ പീസ് പീസായി മാറും. എന്നിട്ട് ഇതിനകത്തുനിന്ന് നല്ല ഒരു ഇരുമ്പിനെ അവൻ പുറത്തെടുക്കുക. ഇതിന്റെ പുറത്ത് പിടിച്ച തുരുമ്പ് ആ തീയുടെ മുമ്പിൽ സമാധാനം പറയുക. ഈ നല്ല പണിക്കാരന്റെ മുമ്പില്, ഈ നല്ല ചിറ്റിക ഇരിക്കുന്നവന്റെ മുമ്പില്, ഈ പണി പഠിച്ചവന്റെ മുമ്പില് ഈ തുരുമ്പുകളെല്ലാം ഗുഡ് ബൈ പറയുക. ഈ തുരുമ്പുകളെല്ലാം ഗുഡ് ബൈ പറയുക. എന്നിട്ട് അവന്റെ കരത്തിൽ നല്ലൊരു ഇരുമ്പ് കിട്ടുക. ആ ഇരുമ്പ് നീ പറയുന്ന ആയുധമാക്കി കർത്താവ് പുറത്തു തരും. അങ്ങനെയാണെങ്കിൽ നീ ദൈവകൃപയിൽ ആരാധിക്കുമ്പോ കാലാകാലങ്ങളെ കയറി പറ്റിയ ചില തുരുമ്പ്, കാലാകാലങ്ങളെ കയറി പറ്റിയ ചില ബന്ധനങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് പൊട്ടിക്കാൻ പോവുക. എത്ര പേർ ആരാധിക്കുന്നു? ആത്മാവിൽ ചിലരൊക്കെ ഫൈറ്റിംഗാണ്. ആത്മാവിൽ ചിലരൊക്കെ പറന്നു തുടങ്ങിയിട്ടുണ്ട്. ആത്മാവിൽ ചിലരൊക്കെ പുറത്തു വരുന്നുണ്ട്. പോരാ. അതേ സഹോദര സഹോദരി, ഇതിനകത്തൊരു വൻ വെളിപ്പെട്ടിട്ടുണ്ട്. അവന്റെ പേര് ഇന്ന് പോകാലം നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കേറിയ ചില തുരുമ്പുകൾ, ചില അശുദ്ധമായ പോരുകളെ കർത്താവ് പണിതൊണ്ടിരിക്കുക. വെൽക്കം. ആരും മൗനമായി ഇരിക്കരുത്, ആരും കരം കെട്ടി ഇരിക്കരുത്. ഒരു യുദ്ധം ഇവിടെ നടക്കട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം
ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ആരാധിക്കുമ്പോൾ കൈ കാലാക്കണം കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഈ പാമ്പിന് ജീവൻ കിട്ടുന്ന എവിടെ കൂടിയാണ് അറിയാന്നുള്ളൊരു കല്ലേലി പറഞ്ഞാട്ട്, തല അടിച്ച് പാമ്പിനെ രണ്ടായി മുറിച്ചെന്നിരിക്കട്ടെ, അതിൻ്റെ ഏത് ഭാഗമാണ് കിടന്ന് ചലിക്കുന്നത് അറിയാന്നുള്ളൊരു മാത്രം ഹല്ലേലൂയ പറ. വാല്. എന്നെ വിട്ട് പഠിപ്പിക്കരുത്. ഞാനൊരു പൊരുൾ പറഞ്ഞാൽ അതിൻ്റെ വാക്കിയും കൂടി കണ്ടിട്ടേ പറയത്തുള്ളൂ. ഞാൻ പോക്ക് പറയുന്നവനല്ല, പോക്ക് പറയുന്നവനെയുമല്ല ഞാൻ ചുമന്നത്. നിങ്ങൾ റെഡി പണി ഇരിക്കണം. ഓ, ഇന്ന് നയമ ബിഹീലിൻ പവർ പ്രഗൽഭമാനകസ്യാനയ. ചില ഉടയുന്ന കാഴ്ചകൾ ഞാൻ കാണുകയാണ്. ചിലതൊക്കെ വീഴുന്ന ഉടയുന്ന കാഴ്ചകൾ, ചില കെട്ടുകളൊക്കെ വീഴുന്ന ഉടയുന്ന കാഴ്ചകൾ, കുടുംബങ്ങൾക്കകത്ത് നന്മകൾ വെളിപ്പെടാൻ തടസ്സമായി, ആത്മീയ പരിവർത്തനങ്ങൾക്ക് തടസ്സമായി കേറുന്ന ചില ദുഃഖങ്ങൾ, ഉടയുന്ന കാഴ്ചകൾ. തലമുറകൾ ആരാധിച്ചു തുടങ്ങിക്കോ, യൗവനക്കാരും ആരാധിച്ചു തുടങ്ങിക്കോ. ദർശനം കാണട്ടെ, ദർശനം കാണട്ടെ, ദർശനം കാണട്ടെ, വെളിപ്പാട് കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഹല്ലേലൂയ എങ്ങനെ? വെളിപ്പാടോടുകൂടി ആരാധിക്കണം. വെളിപ്പാടില്ലെങ്കിൽ ജനം മര്യാദ കെട്ടുപോകും, ജനം മര്യാദ കെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. നദിയോടെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അനിയത്തിലെ കുന്നത്തുകാൽ താമസിക്കുന്നേ, നിങ്ങളുടെ സ്തോത്രം, അവരെ കുടുംബത്തിൽ നന്നായി പ്രാർത്ഥിക്കാൻ പറയുക, നന്നായി പ്രാർത്ഥിക്കാൻ പറയുക. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ ചുരുണ്ട മുടിയുള്ളൊരു ഭയൻ, ഹല്ലേലൂയ, ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. ആമേൻ, ഒരു ആമേൻ, ആമേൻ, സ്തോത്ര. റികൾഖമനകടകൾക്കറി. അവർ ഏത് പള്ളിയിൽ പോകുന്നോ, അവരെന്തിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അവരുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഒരു പ്രശ്നത്തിൻ്റെ ഏതുവിൽ, എനിക്കറിയാം, ഞാൻ പ്രശ്നത്തെ പറയത്തില്ല. പ്രശ്നത്തിൻ്റെ ഏതുവിൽ ഇവൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകും. വൈഡമാൻ, നിങ്ങൾക്കറിയാം, ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇനി സംഭവിക്കാതെ ഇരിക്കാൻ ഒരു മരുന്നുണ്ട്, ഏറ്റെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതാണ് സംഭവിക്കാത്ത കാര്യം. വരാനിരിക്കുന്ന കാര്യങ്ങളെ ദൈവം മുൻകൂട്ടി അറിയിക്കണം. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊള്ളുവാൻ ആ കുടുംബത്തോട് നിങ്ങൾ ദർശിക്കുക. ഹല്ലേലൂയ, ആമേൻ, പറയുക. ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു ആന്റിയോട് പരിശുദ്ധാത്മാ പറഞ്ഞു, നിങ്ങൾ ഇതിനെ നടന്നു പോകുന്ന സമയത്തിൽ നിങ്ങളുടെ കാലിൽ ഒരു വള്ളി ആമേൻ പിണഞ്ഞു ചുറ്റുന്നത് പോലത്തെ ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവര് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചു. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുണർന്ന് അവർ പൂർണ്ണ ബലം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് പോൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അവരെന്നോട് പറഞ്ഞത് ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ ജീവിതത്തിൽ വന്നു പിടിച്ചോ. ഞാൻ പറയട്ടെ, നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ മാതാവിന് പൂർണ്ണ വിടുതൽ ദൈവം കൊടുക്കട്ടെ. ഓ, പൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ. നിന്റെ കാലുകളെ പിണയിക്കുന്ന, നിന്റെ കാലുകളെ വീഴ്ത്തിക്കളയാൻ, നിന്നെ നിലംപരിചാക്കാൻ ശത്രു അഴിച്ചുവിടുന്ന ചില ഹല്ലേലൂയ, ആമേൻ, ആമേൻ, കെട്ടുകളെ പൊട്ടിക്കാൻ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിന്റെ സമീപസ്ഥനായി നിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഉണർന്ന് പ്രാർത്ഥിക്കുക. ദൈവം വിടുവിക്കട്ടെ. അനർത്ഥം വ്യസന കാരണമാകാതെ വിടുവിക്കുന്ന ദൈവം. വായിക്കാം, നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വരാം. എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും, എൻ്റെ ദൈവമായ യഹോവേ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണയുദ്ധ പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇനി മരണം, രണ്ട് മരണമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് സമയത്തിന് മുമ്പേ ഉള്ള മരണമുണ്ട്, ഒന്ന് സമയത്തിനുള്ള മരണമുണ്ട്. സ്തോത്രം. സമയത്തിന് മുമ്പേ ഒരു മരണം നടന്നാൽ ശരിക്കും അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പർദീസയിലാണ് ഇവർ വിശ്രമിക്കുന്നു എന്ന് പറയുവാനുള്ള ചാൻസ് വളരെ കുറവുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ആമേൻ. 70, 80 വയസ്സുകളൊക്കെയും വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. 70 വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് തിരിച്ചേക്ക് ഞെരുക്കവും പ്രസ്ഥാനങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഏറെ അയാൾ 80. ഇതൊക്കെ പറയുമ്പോൾ ഇതിന് താഴെ വെച്ചൊരു വ്യക്തി ലോകത്ത് മാറ്റപ്പെട്ടാൽ, ഹല്ലേലൂയ, സ്വർഗത്തിലാണ് നിദ്ര എന്ന് പറയാൻ പെട്ടെന്ന് നമുക്ക് സാധ്യം വരത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. അതിനിപ്പോ ഒരു വലിയ പാസ്റ്റർ വന്നിട്ട് പ്രാർത്ഥിച്ചുടെ അടക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണമെന്നില്ല. ഹല്ലേലൂയ. കാരണം സമയത്തിന് മുമ്പാ നടന്നിരിക്കുന്നത്. ഒരിക്കൽ യേശു ഗദരദേശത്ത് പോകുമ്പോ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ലഗ്യോൻ ബാധിച്ച ഒരുവൻ, അവന്റെ മേൽ പിടിച്ചിരുന്ന പൈശാചിക ബന്ധനങ്ങൾ 6000 സാത്താന്റെ പ്രവൃത്തി അവന്റെ മേൽ ഇരിക്കുമ്പോ, ഹല്ലേലൂയ, ആമേൻ, സാത്താൻ പറഞ്ഞൊരു പദം, നീ സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവെങ്കിൽ ഈ കാണുന്ന പന്നിക്കൂട്ടത്തിന്റെ നേരെ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞാൽ, പന്നി സ്വർഗത്തിൽ നോക്കാത്ത മൃഗമാണ്, അവൻ ഉയരത്തിലോട്ട് നോക്കത്തില്ല. ദൈവമില്ലാത്ത വിശ്വാസി ഉണ്ടെങ്കിൽ, ദൈവമില്ലാത്ത മനുഷ്യൻ ഉണ്ടെങ്കിൽ, ഇതിനോട് സദസ്യനായി തീരുമ്പോ, ഇതിനോട് സമത്വമാകുമ്പോ, ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോ, പിശാച് എത്ര തന്ത്രക്കാരനെന്ന് ഓർത്ത്, പിശാച് എത്ര ഉപായത്തിൽ കാര്യം സാധിച്ചെന്നോർത്തേ. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാട്ട് ഇതിനകത്തു ദൈവപ്രവർത്തിയുടെ പൽക്കാലത്തിലേക്ക് നമ്മൾ വരിക. ഇപ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി നാം എല്ലാവരും പ്രസന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യണം. പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്തു, സമയം കാത്തിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്ന് ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതൊന്നും നമുക്ക് പോരാ. നമുക്ക് ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്ന സഭാ സംഘടനയാണ്. അപ്പോൾ ഇവിടെ ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് നേരത്തെ കേട്ടതുപോലെ, ഹല്ലേലൂയ, വിശ്വാസത്തെ തള്ളി പറയേണ്ട വരും. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ, എൻ്റെ വഴികളിൽ ഞാൻ നടന്നിട്ട്, ഹല്ലേലൂയ, ആമേ, ശോധന വരുമ്പോ, ഹല്ലേലൂയ, നിൽക്കാൻ പറ്റാതെ വരും. സാത്താൻ അത് കണ്ടുകൊണ്ടേ നടക്കും. പരീക്ഷിക്കുവാൻ സാത്താൻ നിന്റെ കൂടെയുണ്ട്. ആ പരീക്ഷണത്തിൽ ഹല്ലേലൂയ, തിരുവെഴുത്ത് പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണം. അതിന് പ്രാർത്ഥന വേണം, ഉപവാസം വേണം, വിശുദ്ധി വേണം, വേർപാട് വേണം, നല്ല നടപ്പ് വേണം, നല്ല ബന്ധം വേണം, നല്ല ഡീലിംഗ് ആയി നടക്കണം, നല്ല സംസാരം ഉണ്ടാകണം. കേട്ടോ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. വായിലെ വാക്ക്, ഹല്ലേലൂയ, കൃപയോട് കൂടിയതും അത് ഉപ്പിന രുചിയുള്ളതുമായിരിക്കണം. അത് സാത്താൻ കേൾക്കരുത്, അത് പിശാച് മുതലെടുക്കരുത്. ലോകക്കാരുടെ മുമ്പിൽ നീ കളി പറയുന്നത് സാത്താൻ കേട്ടാൽ അന്നേ നാളിൽ തന്നെ സാത്താൻ അകത്ത് കയറി പരിവർത്തിക്കും. അത് വരാതിരിക്കണമെങ്കിൽ ഈ മരണകരമാകുന്ന വിഷയം, ഹല്ലേലൂയ, മുമ്പിൽ നേരിടുമ്പോ ഈ ശത്രു മരണത്തിലേക്ക് വലിക്കുവാൻ, ശത്രു മരണത്തിലേക്ക് നയിക്കുവാൻ, സമയത്തിന് മുമ്പേ നമ്മെ തകർക്കുവാൻ നോക്കുന്ന പിശാചിനെ നോക്കിയിട്ട് പറയണം, എന്റെ ദൈവം എനിക്ക് ദീർഘായുസ്സോടെ എന്നെ നിർത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ യഹോവ തന്നെ. ആ സാക്ഷാൽ യഹോവയാകുന്ന ദൈവത്തെ ഞാൻ ഒരു നാളും തള്ളി പറയത്തില്ല. ആ ഭക്തനായ യോബ് പറഞ്ഞു, അവൻ നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകന്നവന്റെ ഗുണമെന്നോർത്തുപോയി. സ്വത്രം, ഹല്ലേലൂയ. ശത്രു ദൈവമക്കൾ വളരുന്നതിനോട് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. ഹല്ലേലൂയ, ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും പിശാചിന് ദൈവമക്കൾ വളരുന്നത് ഇഷ്ടമല്ല, ശത്രുവിന് ഇഷ്ടമല്ല. എന്താ കാരണമെന്നറിയാമോ? നിനക്ക് നല്ലൊരു വീട് കിട്ടിയാൽ നീ കൈവക്കി സ്തോത്രം പറയും. നീ പന്നിയെ പോലെ കുനിഞ്ഞു നോക്കത്തില്ല, സ്വർഗത്തിലേക്ക് നോക്കും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ആമേൻ. ഈ പദം പറയുന്നതിന് ശത്രുവിന് ഇഷ്ടമല്ല. അവൻ വീണ് കിടക്കുന്നവനാണ്, നീ ആരാധിക്കുന്നവൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. വീണ്ടെടുക്കപ്പെട്ടവനെ ആരാധിക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ എപ്പോഴും പറയണം, എനിക്കൊരു വിശുദ്ധി വേണം. എൻ്റെ വല്ല ഹൃദയത്തിനകത്ത് തുരുമ്പ് പിടിക്കരുത്. അത് എന്നെ വല്ലാതെ ബാധിക്കും, എന്നെ വല്ലാതെ ബലഹീനതപ്പെടുത്തും, എന്നെ രോഗിയാക്കി തീർക്കും. ആമേൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല നടപ്പ്, വിശുദ്ധിയും വേർപാടും പ്രാപിക്കുക. ആ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വായിക്കാം, താഴോട്ട് വായിക്കാം. ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് നിന്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കണം. സ്തോത്രം. പട്ടിണി കിടക്കാനൊന്നും ദൈവം ആരോടും പറഞ്ഞില്ല.
നീ നല്ല പാൻറ് ഷർട്ട് ഇടരുതെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇടുന്നതിന് കുഴപ്പമില്ല. പാമ്പിൻ്റെ പടം, ചിത്രശലഭത്തിൻ്റെ പടം, പിന്നെ പട്ടിയുടെ പടം, ആനയുടെ പടം, മയിലിൻ്റെ പടം, ഒട്ടകത്തിൻ്റെ പടം, ഇതൊന്നും വരരുത്. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഇതില്ലാത്തത് ഒരുപാടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആരോ മാർക്ക് കാണണം. ഇത് കൊട്ടാരക്കരയ്ക്കുള്ള റൂട്ട്, ഇത് കോട്ടയത്തിനുള്ള റൂട്ട്, ഇത് അഞ്ചലിലുള്ള റൂട്ട്, ഇത് നാറുകൊല്ലത്തേക്കുള്ള റൂട്ട്. അതവിടെ എവിടെ ബോർഡുണ്ട്, അതിൽ ആരോ മാർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇടരുത്. കാരണം ഇതിനകത്തും ശത്രു കയറും. ഹല്ലേലൂയ. ഇതിനകത്തും ശത്രു കയറും. നമ്മൾ വിചാരിക്കും ഇയാൾ സംസാരിക്കത്തില്ല, ഇയാൾക്ക് ചലനമില്ല, ഇത് ചുമ്മാ ഞാൻ ഉടുത്ത അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പാൻറ്റയിൽ വരച്ചിരിക്കുക, ഇത് പെയിന്റ് കൊണ്ട് വരച്ചതാന്നേ, അല്ലെ നൂല് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് ഞാൻ വെച്ചിരിക്കുക. പക്ഷേ ഇത് നിനക്ക് പറ്റിയതല്ല. ഹല്ലേലൂയ, ആമേൻ 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 ആമേൻ. നീ പോകുന്നിടത്ത് എവിടെയെങ്കിലും സാത്താൻ നിന്നോട് സംസാരിച്ചിട്ടാണോ നിന്നെ പിടിച്ചത്? അല്ല, അവൻ ഇങ്ങനെ ഊടാടിക്കൊണ്ടേ നടക്കുന്നു എന്ന് കേട്ടല്ലോ. അവൻ ഊടാടിക്കൊണ്ടേ നടക്കുന്നു. പക്ഷേ നമ്മളിൽ ഒരു അവകാശം കിട്ടിയാൽ അവൻ അവകാശത്തെ കയറി പിടിച്ച് നമ്മെ മുതലാക്കാൻ ഇരിക്കുമ്പോൾ നീ ധരിക്കുന്നതിനകത്തും വ്യത്യാസം വരണം, നീ കഴിക്കുന്നതിനകത്ത് വ്യത്യാസം വരണം. നിന്നോട് നല്ല ഫുഡ് കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞില്ല, നല്ല വീട് വയ്ക്കണ്ടെന്നും പറഞ്ഞില്ല. ആമേൻ ആമേൻ. എല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ശത്രു നമ്മെ എന്ത് ചെയ്തറിയാമോ? വളർച്ചയെ കെടുത്തു കളയാൻ, അല്ലെങ്കിൽ ഉയർച്ചയെ കെടുത്തു കളയാൻ ശത്രു ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവകൃപയാൽ ഇതിനകത്ത് വരുന്ന എല്ലാ വിശ്വാസികളും നല്ല വീട് വെച്ച്, ഞാൻ നല്ല വീടുകൾ പ്രതിഷ്ഠിച്ച് ഒരുപാട് ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ ഹല്ലേലൂയ. വീട്ടിന് പ്രാർത്ഥിച്ച് ഒരു കുറ്റി ഊന്ന് കൊടുക്കുന്നിടത്ത് ആശാരിയെ വിളിച്ച് പ്രാർത്ഥിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആശാരി വരുന്നിടത്ത് ഞാൻ പോകത്തുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ദോസ്ത്രം. ഇതിനകത്ത് വരാത്ത ഒത്തിരി ആളുകൾക്ക് അങ്ങനെ ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആമേൻ ആമേൻ അതിനൊരു അടിസ്ഥാനം ഇടുവാൻ ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്നറിയാമോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ജാതികൾക്കാണ് അപ്പനാക്കാൻ പോകുന്നത്. ഉടക്കിടക്കുന്ന പാരമ്പര്യം പറഞ്ഞ് ആർക്കും കൊള്ളാതെ കിടക്കുന്ന ബെന്തക്കോസുകാർക്കല്ല നിന്നെ ഞാൻ വിളിക്കാൻ പോകുന്നത്. നിന്നെ ഞാൻ വിളിക്കാൻ പോകുന്ന ജാതികൾക്കാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ജാതികളുടെ മീതെ, അവരുടെ മീതെ നീ ഒരു അപ്പനായിരിക്കണം. അവർക്ക് നീ അപ്പനായിരിക്കണം. അവർക്ക് നീ മാതൃക കാട്ടിക്കൊടുക്കാൻ. അവർക്ക് നീ വിശ്വാസത്തിന്റെ പിതാവായിരിക്കുക. ഓ, വിശ്വാസത്തിന്റെ പിതാവ്. ഹല്ലേലൂയ. അങ്ങനെ ആയിത്തീരാൻ അബ്രഹാമിനെ ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവം ഓരോരുത്തരെ ആഗ്രഹിക്കാൻ ഇന്ന് പൽക്കാലം ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഓ ഓ ഹോ 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 ഹോ. യെസ് പ്രാപിച്ചാട്ട്. ഉള്ളിനകത്തൊരു തീരുമാനം കിടക്കുന്നത് ഞാൻ കാണുന്നു. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ വിഷയത്തിൽ എന്നോട് ചില വിഷയം ദൈവം സംസാരിക്കണം എന്ന് നീ റെക്കോർഡ് പോലെ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയം ആത്മാവിനെ കാണിക്കുന്നു. ഉടവൽ ഘടകം, വൈഡപ്രവിടിമന ഘടകം, റിബൽ കമാന ഘടകൽ ഖനാരി, അടകൽ പ്രവിടിവേദിയ, റബനെ റിബൽ കമാന ഘടകസി, അടകം മനകം റിബനം. യേശുവിന്റെ നാമത്തിൽ ഈ മകനോട് ദൈവാത്മാ പ്രവചിക്കുന്നു. ദൈവാത്മാ പറയുന്നു, നിന്റെ മുമ്പിലൊന്നും മറവല്ല, എല്ലാം നഗ്നതും മലനതുമായി ഈ ആരാധനയിൽ നിന്നോട് ചില വിഷയങ്ങൾ ദൈവാത്മാവ് സംസാരിക്കുക. ഹല്ലേലൂയ. എനിക്ക് വാഗ്ദത്തം ചെയ്ത ചിലത് ശത്രു അതിർവരം വിടുമോ, ശത്രു വെട്ടിപ്പിടിക്കുമോ, എന്റെ കയ്യിൽ നഷ്ടപ്പെടുമോ എന്ന് നീ കൺഫ്യൂഷനായി നിന്റെ ഹൃദയം പിടയുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ചില വ്യക്തികളുടെ ഉള്ളറെ ആത്മാവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഓ, നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ ദൂതൻ കയറട്ടെ. നിന്റെ വാഗ്ദത്ത നന്മയ്ക്കകത്ത് ദൈവത്തിന്റെ ദൂതൻ നടക്കട്ടെ. കേറി വാ. ഓ, ഹല്ലേലൂയ. ആരാധിച്ചു തുടങ്ങിക്കോ. ആരാധിക്കാൻ വന്നവരൊക്കെ ആരാധിച്ചു തുടങ്ങിക്കോ. ആത്മാവിന്റെ വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിരി. ഹല്ലേലൂയ. നീ സ്വന്തമായി ഒരു തൊഴിൽ പോലെ ഒരു സ്ഥാപനം തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ഓ, ഉടബാറബനാഹടകം വൈഡബാനഘടകൽ സിയാന, റിബൽകബനഘടകൽ പ്രവിടിയാനഘടകസിയ, റഗൽകബനഘടകൽ കനാരിയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതൊന്നുമല്ല.
മറ്റൊരു തൊഴിൽ നീ തുടങ്ങുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. നിന്റെ ചിന്തകൾക്കപ്പുറമായി ഒരു ഹൈടെക് മേഖല വെളിപ്പെടും. ആരാധനയ്ക്ക് നീ മുൻതൂക്കം കൊടുത്താൽ, ആരാധനയ്ക്ക് നീ സ്ഥാനം കൊടുത്താൽ, കുടുംബത്തിൽ വെച്ച് യോസേപ്പിനെ ഉയർത്തിയതുപോലെ ദൈവം നിന്നെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരും. അടുത്തിരിക്കുന്നവൻ എത്ര ദിവസം പോയെന്നുള്ളതല്ല എൻ്റെ വിഷയം. ഹല്ലേലൂയ. അവൻ റോട്ടിൽ കിടക്കുന്നോ വീട്ടിൽ കിടക്കുന്നോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം പ്രാർത്ഥനയാകട്ടെ. ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു വലിയ അളവറ്റ ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നു.